സകല വിവാദങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും തിരശ്ശീല ഇട്ടുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവിനെ, അതായത് ഇനി അടുത്ത 5 വർഷക്കാലം കേരളം നയിക്കേണ്ട മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പ്രഖ്യാപനം 11 ദിവസം എടുത്തു. പക്ഷേ അത് നീണ്ടുപോയി എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഡൽഹിയിൽ നിന്ന് ഹൈക്കമാൻഡ് പ്രതിനിധികൾ വന്ന് MLA മാരുടെ യോഗം വിളിച്ചു. MLA മാരുടെ യോഗത്തിൽ കൂട്ടായ ഒരു തീരുമാനമെടുത്തു. സാധാരണ എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്യുന്ന ആ പാത പിന്തുടർന്നാണ് കേരളത്തിലും തീരുമാനമെടുത്തത്. കാരണം കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ അധികാരപ്പെടുത്തുന്ന ഒരു പ്രമേയം പാസ്സാക്കിയതിന് ശേഷം ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് MLA മാരുമായി സംസാരിച്ചു. MLA മാർ അവരുടെ വികാരങ്ങൾ ഹൈക്കമാൻഡ് പ്രതിനിധികളെ അറിയിച്ചു. അതിനുശേഷം ടീം UDF, അതാണല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു മുദ്രാവാക്യം, ആ ടീം UDFിലെ എല്ലാ ഘടകകക്ഷികളുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസാരിച്ചതിന് ശേഷം അവരുടെയും വികാരം ഹൈക്കമാൻഡ് മനസ്സിലാക്കിയിട്ടാണ് റിപ്പോർട്ടുകൾ ഡൽഹിയിൽ അവർ കൊണ്ടുപോയി കൊടുത്തത്. അതിനുശേഷം കേരളത്തിൽ പല ഭാഗത്തും ഉയർന്നു വന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകളിലേക്ക് പോകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. അതിൻ്റെ പരിണിത ഫലമായി നമുക്കറിയാം, കേരളത്തിലെ മുൻ KPCC പ്രസിഡന്റുമാർ, അതുപോലെ സീനിയർ നേതാക്കന്മാർ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഒക്കെ വിളിച്ച് അവരുമായിട്ട് കോൺഗ്രസ് പ്രസിഡൻറ്റും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ വളരെ സവിസ്തരം അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഘടകകക്ഷികൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും നിരന്തരമായി ആശയവിനിമയം നടത്തുകയുണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് 11ാമത്തെ ദിവസം നമ്മൾ ഇന്ന് കേരളത്തിലെ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവിനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ നമുക്കറിയാം, ശ്രീ VD സതീശനാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ്. അതുപോലെ തന്നെ ശ്രീ KC വേണുഗോപാൽ. ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം KC വേണുഗോപാലിൻ്റെ പ്രസ്താവന വളരെ വിശദമായി കാണുകയുണ്ടായി. ശ്രീ VD സതീശൻ്റെയും പ്രസ്താവന കാണുകയുണ്ടായി. അദ്ദേഹം എന്താ പറഞ്ഞത്? വളരെ മാതൃകാപരമായ ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. VD സതീശനെ അദ്ദേഹം അഭിനന്ദിച്ചു. മാത്രമല്ല, VD സതീശൻ്റെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. മാത്രമല്ല, അദ്ദേഹത്തിന് എന്തെല്ലാം സഹായം ചെയ്യണോ ആ സഹായം എല്ലാം ചെയ്യും. ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ടാകാം, പക്ഷേ തീരുമാനമെടുക്കേണ്ട പാർട്ടിയാണ്. പാർട്ടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതനുസരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനോട് കൂറും വിധേയത്വവും പ്രതിബദ്ധതയുമുള്ള ഓരോ പ്രവർത്തകൻ്റെയും കടമയും കർത്തവ്യമെന്ന് ശ്രീ KC വേണുഗോപാൽ അടിയരയിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം എല്ലാ പിന്തുണയും ഈ ഗവൺമെൻറ് വാഗ്ദാനം ചെയ്തു. അതുപോലെ തന്നെ VD സതീശൻ അദ്ദേഹത്തെ പ്രഖ്യാപിച്ച ഉടൻ തന്നെ അദ്ദേഹം അവസരോചിതമായി പെരുമാറി. അദ്ദേഹത്തിന് ലഭിച്ച ആ സ്ഥാനത്തിൻ്റെ വലിപ്പം കാത്തു സൂക്ഷിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത്. കോൺഗ്രസ് പാർട്ടിയിൽ ഈ ടീം UDFിനെ നയിക്കാൻ ശ്രീ KC വേണുഗോപാൽ വഹിച്ച പങ്കിനെക്കുറിച്ച്, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി വഹിച്ച പങ്കിനെക്കുറിച്ച്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും വഹിച്ച പങ്കിനെക്കുറിച്ച്, കേരളത്തിലെ കോൺഗ്രസിനകത്തെ ഓരോ നേതാക്കന്മാരും ഈ ടീം UDFിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ സവിസ്തരം അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി ശ്രീ VD സതീശൻ. മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ഘടകകക്ഷികളെയും അഭിനന്ദിച്ചു. മാത്രമല്ല, അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കാൻ സഹായിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ പിന്തുണ പ്രഖ്യാപിച്ചു. മന്ത്രിമാരാരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? മന്ത്രിമാരെ തീരുമാനിക്കേണ്ടത് ഞാനല്ല, പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ അഭിപ്രായം പറയും, അതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ വളരെ ശുഭോദാർക്കമായ ഒരു പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്.
വളരെ സുഗമമായിട്ടാണ് പോകുന്നത്. കാരണം ഈ ടീം UDF കേരളത്തിലെ ജനങ്ങൾക്ക് കുറേ പ്രതീക്ഷകൾ കൊടുത്തിട്ടുണ്ട്. ഈ ടീം UDFന് കുറേ ഭാവനകളുണ്ട്. ആ ഭാവനകളൊക്കെ പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ ഈ 6 ലക്ഷം കോടി രൂപയുടെ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഈ സംസ്ഥാനത്തെ കരകയറ്റാനാകൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഉത്തമ ബോധ്യമുണ്ട്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് വരാൻ പോകുന്നുവെന്ന് കണ്ടപ്പോൾ തന്നെ PM ശ്രീയിൽ ഒപ്പിട്ടില്ലെങ്കിൽ SSKയുടെ ഫണ്ട് കൊടുക്കില്ലെന്ന് അസന്നിഗ്ധമായി BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കിയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ കാലത്തെ പോലല്ല, ഇത്തവണ UDF ഗവൺമെൻറ്റിനെ പരമാവധി ശ്വാസം മുട്ടിക്കുമെന്ന് BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വളരെ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത ശ്രീ VD സതീശൻ സമസ്ത വിഭാഗങ്ങളോടും സമഭാവനയോടുകൂടി പെരുമാറി എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമ്മളെ ലക്ഷ്യത്തിലെത്താൻ സാധ്യമാവുകയുള്ളൂ. നമുക്കറിയാം, പാർട്ടിയിലൊരു വികാരമുണ്ടായിരുന്നു, പക്ഷേ ജനവികാരം മറ്റൊരു തരത്തിലായിരുന്നു. സ്വാഭാവികമായി നമ്മളൊക്കെ പലതും പ്രചരിപ്പിച്ചു. പക്ഷേ നമുക്കറിയാം, കേരളത്തിലെ ജനവികാരം മാനിക്കാതെ ഒരു തീരുമാനവും പാർട്ടി എടുക്കില്ല. അതുകൊണ്ടാണല്ലോ ആ തീരുമാനത്തിലെത്താൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നു. ആ കടമ്പകൾ മുഴുവൻ കടന്നതിന് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഇനി നമ്മുടെ MLA-മാരെ, പാർട്ടി നേതാക്കന്മാരെ, പാർട്ടിയെ, മുന്നണിയെ എല്ലാം ചേർത്തു നിർത്തി ഒറ്റക്കെട്ടായി മുന്നോട്ട് ഈ ഗവൺമെൻറ് നയിച്ച് ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്തുയർന്ന് നമ്മുടെ സംസ്ഥാനത്തെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഒരു രക്ഷകനായി മാറാൻ ശ്രീ VD സതീശന് കഴിയണം.